എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 5 ശ്ലോകം 38, 39, 40, 41, 42 5 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. കലിയുഗത്തിന്റെ പ്രാധാന്യം വിസ്തരിച്ച് പറയുന്നു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 38. കൃതാദിഷു പ്രജാരാജൻ കലാവിച്ഛന്തി സംഭവം കലൗ ഖലു ഭവിഷ്യന്തി നാരായണ പരായണ. കലിയുഗത്തില് ഏറ്റവും സുഖമായിട്ട് മുക്തി ലഭിക്കും. അതുകൊണ്ട് കൃതാതി യുഗങ്ങളിൽ ജനിച്ച ആളുകൾ കൂടി കലിയുഗത്തിൽ ജനിച്ചാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ശ്രീനാരായണൻ തന്നെ പരമാശ്രയം എന്ന് ദൃഢവിചാരമുള്ള ഭക്തന്മാര് നിശ്ചയമായും കലിയുഗത്തിലുണ്ടാകും. അതുകൊണ്ട് ഭക്തജന സംസർഗത്തിനും തന്നിമിത്തം ഭക്തി ഉണ്ടാകുന്നതിനും എളുപ്പമുള്ളത് കൊണ്ടാണ് അവര് ഇങ്ങനെ ആഗ്രഹിക്കുന്നത്. കുജിൽ കുജിൻ മഹാരാജ ദ്രവിഡേഷു ച ഭൂരിശ താമ്രവർണീ നദീയത്ര കൃതമാലാപയസ്വിനി. കലിയിൽ തന്നെ ചില ദേശങ്ങൾക്ക് അധികം മഹാത്മ്യമുണ്ട്. അവിടെ ജനിക്കുന്നത് വളരെ ശ്രേഷ്ഠം എന്ന് 2 ശ്ലോകങ്ങൾ കൊണ്ട് പറയുന്നു. ദ്രാവിഡ രാജ്യങ്ങളിൽ താമ്രവർണി, കൃതമാല, പയസ്വിനി എന്ന നദികളുണ്ട്. ഈ നദികളുടെ തീരങ്ങളിൽ വസിക്കുന്നവർക്ക് ഭക്തി ഉണ്ടാവാൻ വളരെ എളുപ്പമുണ്ട്. ചില സസ്യങ്ങള് ചില ദിക്കില് പ്രത്യേകം വളരുന്നത് പോലെ ചില ദേശവാസത്താൽ അന്ധകരണത്തിനും കുറെ ശാന്തി സിദ്ധിക്കും എന്നത് നമുക്ക് തന്നെ അത് അറിവുള്ള കാര്യമാണ്. ചില മഹാജനങ്ങളെ കാണുമ്പോഴും ചില വിശേഷ സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോഴും മനസ്സിന് ഇന്ന വിധം എന്ന് പറയാൻ കഴിയാത്ത ഒരു സുഖം തോന്നുന്ന അനുഭവം പലർക്കും ഉണ്ടായിരിക്കാം. അതിനാൽ സ്ഥലവിശേഷം കൊണ്ട് ഭക്തി ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് സംശയിക്കാൻ അവകാശമില്ല. അങ്ങനെയുള്ള പ്രത്യേക സ്ഥലങ്ങളുണ്ട്. എല്ലാവർക്കും അത് അനുഭവമുള്ളത് തന്നെയാണ്. കാവേരി ച മഹാപുണ്യ പ്രതീചി ച മഹാനദി യേ പിബന്തി ജലം താസാം മനുജാ മനുജേശ്വര പ്രായോ ഭക്താ ഭവിഷ്യന്തി വാസുദേവേ മദാശയാഃ. അല്ലയോ രാജാവേ, യാതൊരു മനുഷ്യർ മഹാപുണ്യയായ കാവേരി, പടിഞ്ഞാറോട്ടൊഴുകുന്ന മഹാനദി മുതലായ നദികളുടെ ജലം കുടിക്കുകയും സ്നാനത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്നുവോ അവരുടെ അന്ധകരണം പരിശുദ്ധമായി ഭവിക്കുന്നതിനാൽ അവർക്ക് ശ്രീ വാസുദേവനിൽ ഭക്തി ഉണ്ടാവുന്നു. ജലം മനുഷ്യരുടെ സുഖത്തിന് മുഖ്യമായ ഒരു സാധനമാണല്ലോ. ഗംഗാജലത്തിൽ യാതൊരു വിഷവും ഇല്ലെന്നും ഏതുമാതിരി വിഷപദാർത്ഥവും ആ ജലത്തെ ദുഷിപ്പിക്കാൻ ശക്തിയുള്ളതല്ല എന്നും എത്രയോ മഹാന്മാർ പരീക്ഷിച്ച് തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. ചില ജലത്തിന് വളരെ രോഗങ്ങൾ ഉണ്ടാക്കി തീർക്കാൻ സാമർഥ്യമുള്ളതായിട്ട് അനുഭവം ഉണ്ടല്ലോ. അപ്പോ ചില നദീജലങ്ങൾക്ക് അന്ധകരണത്തിലുള്ള ഘോരവൃത്തികളെ നശിപ്പിച്ച് ശാന്തവൃത്തി ഉണ്ടാക്കി തീർക്കാനും ശക്തി ഉണ്ടാവാം എന്ന് യുക്തിപൂർവമായി ആലോചിക്കുന്നവർക്ക് മനസ്സിലാവും. ഭക്ഷണദ്രവ്യത്തെ അനുസരിച്ച് വൃത്തികൾക്ക് ഉഗ്രതയും ശാന്തതയും സംഭവിക്കുമെന്ന് പശു മുതലായ സസ്യഭോജികളായ ജന്തുക്കളെയും പുലി മുതലായ മാംസഭോജികളായ മൃഗങ്ങളെയും പരിശോധിച്ചാൽ അറിയാമല്ലോ. അതിനാൽ ശുദ്ധജലം ഉപയോഗിക്കുന്നവർക്ക് മനഃശുദ്ധി ഉണ്ടാവും. കാവേരി മുതലായ നദികളിലെ ജലം ഏറ്റവും ശുദ്ധമായത് കൊണ്ടാണ് അവയ്ക്ക് ശ്രേഷ്ഠത ഉണ്ടെന്ന് മഹാന്മാർ പണ്ട് തന്നെ നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിൽ അവിശ്വാസം ജനിക്കാൻ അവകാശമില്ല. ആ നദികളുടെ തീരങ്ങളിൽ വസിക്കുന്ന എല്ലാവരും അങ്ങനെ ആവാൻ പ്രയാസാണ് എന്ന് കാണിക്കാനാണ് പ്രായേണ എന്ന് പറഞ്ഞത്. ചില ഔഷധം ചിലർക്ക് പറ്റും, ചിലർക്ക് പറ്റില്ല എന്നതും അനുഭവമാണല്ലോ. അതുകൊണ്ട് ശുദ്ധജലങ്ങൾ ഉപയോഗിക്കുന്ന ജനങ്ങൾ പ്രായേണ ഭക്തന്മാരായിട്ട് ഭവിക്കുന്നു. ചിലർക്ക് അങ്ങനെയുള്ള ഭക്തി ഉണ്ടായില്ല എന്നും വരാം. അത് അവരുടെ ജന്മാന്തര കർമ്മദോഷം കാരണമാണെന്ന് മനസ്സിലാക്കാം. ദേവർഷിഭൂതാപ്ത നൃണാം പിതॄണാം ന കിങ്കരോ നായം ഋണീചരാജൻ സർവാത്മനാ യശരണം ശരണ്യം ഗതോ മുകുന്ദം പരിഹൃത്യ കർത്തം.
യഥാർത്ഥ ഭക്തന് ഞാൻ കർത്താവാണ്, ഞാനാണ് എല്ലാം ചെയ്യുന്നത് എന്നുള്ള ആ ഭാവന ഉണ്ടാവില്ല. എല്ലാറ്റിനെയും പ്രേരിപ്പിക്കുന്നവൻ ഈശ്വരനാകയാൽ തനിക്ക് കർത്തൃത്വമില്ല. എല്ലാം ഈശ്വരമയമാകയാൽ ഭേദഭാവനയ്ക്കും അവകാശമില്ല എന്നീ ബുദ്ധി ദൃഢമായിട്ട് ഉറച്ചിരിക്കുന്നവനെയാണ് ഭക്തൻ എന്ന് ഇവിടെ പറയുന്നത്. ഈ മഹാൻ എല്ലായ്പ്പോഴും സംസാര ദുഃഖ നിവൃത്തിക്കായി ശ്രീ മുകുന്ദനെ ശരണം പ്രാപിക്കുന്നു. അന്യഭാവന ഹൃദയത്തില് ഒട്ടും ഇല്ല. അതുകൊണ്ട് ദേവന്മാര്, ഋഷികള്, ഭൂതങ്ങള്, അതിഥികള്, പിതൃക്കള് ഇവർക്കൊന്നും അവൻ അടിമയല്ല. അവരെ പൂജിക്കാനുള്ള പഞ്ചയജ്ഞങ്ങൾ ചെയ്തേ കഴിയുള്ളൂ എന്ന ബന്ധമൊന്നും അവനില്ല. എന്തുകൊണ്ടെന്നാൽ ഈ മഹാൻ ഇവർക്ക് കടപ്പെട്ടവനല്ല. ജ്ഞാനവും ഭക്തിയും ഇല്ലാത്തവരാണ് കടപ്പെട്ടവർ. ഭക്തൻ കടക്കാരനല്ല. ഭക്തൻ എപ്പോഴും പ്രവർത്തിക്കുന്ന എല്ലാ പ്രവൃത്തികളും പ്രാണികളെ ആരാധിക്കുന്നതായിരിക്കും. ജഗത്തിനെ മുഴുവൻ ഈശ്വര സ്വരൂപമായി കാണുന്ന ഭക്തൻ എല്ലായ്പ്പോഴും ഈശ്വര ആരാധന ചെയ്യുന്നവനാകയാൽ ഇവനെ വേദവാക്യങ്ങൾ ബന്ധിക്കുന്നില്ല. സദ്വൃത്തി ജനിപ്പിക്കാനാണ് വേദം ഒരുങ്ങിയിരിക്കുന്നത്. അത് നന്നായി ഉറച്ചിരിക്കുന്ന ഭക്തന്റെ നേരെ ആ വാക്യങ്ങളുടെ പ്രവൃത്തി ആവശ്യമില്ലാത്തതുകൊണ്ട് അവന് വേദവാക്യ ബന്ധനമില്ല എന്ന് മാത്രമല്ല, ഭക്തിജ്ഞാനങ്ങൾ ഉള്ളവന്റെ വംശ പിതാക്കന്മാർക്കു കൂടി സൽഗതി സിദ്ധിക്കും. അവരെ ഉദ്ദേശിച്ചുള്ള ശ്രാദ്ധാദി കർമ്മങ്ങൾ പിന്നെ ഭക്തൻ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. വിഷ്ണുപ്രസാദ സിദ്ധിയിൽ സർവ്വദേവപ്രസാദവും അടങ്ങിയിരിക്കാൻ പിന്നെ ദേവകാര്യങ്ങളും ആവശ്യമില്ല. മൂലത്തിൽ നനച്ചാൽ ശാഖകൾ തഴയ്ക്കുന്നത് പോലെ സർവേശ്വരനെ ആരാധിച്ചാൽ സർവ്വദേവർഷി പിതൃക്കളും സംതൃപ്തരായി വരും. ആകയാൽ സദാചാരത്തെ അതിക്രമിച്ചു എന്ന ദോഷം ഭക്തനില്ല. സ്വപാദമൂലം ഭജത പ്രിയസ്യ ത്യക്താന്യഭാവസ്യ ഹരിപരേശ വികർമ്മയച്ചോൽപതിതം കഥഞ്ചിത് ധുനോതി സർവം ഹൃദി സന്നിവിഷ്ട. ഭക്തൻ ഭഗവാനിൽ മാത്രം ദൃഢവിചാരമുള്ളവൻ, അന്യഭാവന തീരെ ഇല്ലാത്തവൻ. അതുകൊണ്ട് ഭഗവാന്റെ കാരുണ്യത്തിന് പാത്രമായി ഭവിച്ചവൻ. ധ്യാനാർച്ചനാദികളാൽ എപ്പോഴും ഭഗവാനെ ഭജിക്കുന്ന ഇവന് ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങൾ ചെയ്യാൻ തോന്നില്ല. അങ്ങനെയുള്ള ദുർബുദ്ധി ഉണ്ടാവില്ല. രാഗദ്വേഷാദി വൃത്തികളില്ലാത്തവൻ എങ്ങനെ ദോഷകർമ്മം ചെയ്യാം? പക്ഷേ ഏതോ വിധത്തിൽ മാർഗം തെറ്റി നിഷിദ്ധാചരണം വല്ലതും സംഭവിച്ചാൽ ഹൃദയത്തിൽ എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭഗവാൻ ഹരി തന്നെ എല്ലാറ്റിനെയും നശിപ്പിക്കുന്നു. പരമദയാലുവും പരമേശ്വരനുമായ ഭഗവാൻ പ്രിയ ഭക്തന്റെ അപരാധം സഹിക്കുകയും അപരാധ പ്രവൃത്തിക്കുള്ള ബീജമായ ദുർവാസന തീരെ നശിപ്പിക്കുകയും ചെയ്യും. എല്ലാറ്റിനെയും ഈശ്വരനായി കാണുന്ന ഭക്തൻ ഏതെങ്കിലും ഒരു ദോഷകർമ്മം ചെയ്യില്ല എന്ന് തന്നെ സിദ്ധാന്തം. മനുഷ്യത്വം ഇവനിലും ഉണ്ടല്ലോ, വല്ല തെറ്റും സംഭവിക്കാം എന്ന് പറയുന്ന പക്ഷം അതിനുള്ള പ്രായശ്ചിത്തം അവന് ഭക്തി തന്നെയാണ്, വേറെ കർമ്മം ആവശ്യമില്ല എന്ന് സാരം. എല്ലാവരുടെയും ഹൃദയത്തിലും ഭഗവാനുണ്ട്. പക്ഷേ ഭക്തൻ അത് അറിഞ്ഞവനാകയാൽ ഭഗവാൻ അവനിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.